നടൻ ജയസൂര്യക്കെതിരായ പീഡന പരാതിയിലൊന്നിൽ സെക്രട്ടേറിയറ്റിലെ ശുചിമുറിക്ക് പുറത്തായി മോശം പെരുമാറ്റമുണ്ടായെന്നാണ് നടിയുടെ ആരോപണം. അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റ് ജയസൂര്യയുടെ പിഗ്മാൻ ഉൾപ്പെടെ നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുമുണ്ട്. എന്നാൽ സിനിമാ ചിത്രീകരണത്തിനോട് പൂർണ്ണമായും പാക്കപ്പ് പറയുകയാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം. നിരവധി മലയാള സിനിമകൾക്ക് ഷൂട്ടിംഗ് അനുമതി നൽകിയിരുന്ന സർക്കാർ മന്ദിരമായിരുന്നു സെക്രട്ടേറിയറ്റ്. ഒട്ടനവധി തവണ സെക്രട്ടേറിയറ്റിലെ മുൻവശവും ഓഫീസ് റൂമുകളും ഇടനാഴികളും പൂന്തോട്ടത്തിന്റെ ഭംഗിയുമെല്ലാം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുമുണ്ട്. പിണറായി വിജയൻ അധികാരമേറ്റത് മുതൽ സെക്രട്ടേറിയറ്റിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. മാധ്യമപ്രവർത്തകർക്കടക്കം നിയന്ത്രണങ്ങൾ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ച് പീഡനം നടന്നുവെന്ന ആരോപണം പുറത്തു വന്നതോടെ ഇവിടെ സിനിമാ ഷൂട്ടിംഗ് എന്നേക്കുമായി പാക്കപ്പ് ആകുന്ന അവസ്ഥയിലാണ്. സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ നടൻ ജയസൂര്യ നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. വിവാദത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് വിലക്കി എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് സർക്കാർ. അത് അധികം താമസിക്കാതെ നിലവിൽ വരികയും ചെയ്യും. ഇവിടുത്തെ ഇടനാഴികളും ദർബാർ ഹാളും പൂന്തോട്ടവും ഒന്നും ഇനി സിനിമ സീരിയൽ ചിത്രീകരണത്തിന് നൽകില്ല എന്ന തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടത്. പോലീസ് ആക്ട് 83(2) പ്രകാരം പ്രത്യേക സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റിലെ പ്രവേശനത്തിനും കെട്ടിടങ്ങളുടെ ഉപയോഗത്തിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പും പൊതുഭരണ ഹൗസ് കീപ്പിംഗ് വിഭാഗവും ചിത്രീകരണാനുമതി നൽകുന്നതും അവസാനിപ്പിച്ചു. നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും താരങ്ങളുടെയും ഒക്കെ സ്വാധീനത്തിൽ ഈ വകുപ്പുകളുടെ ഉത്തരവുകൾ സംഘടിപ്പിച്ചായിരുന്നു ഇതുവരെ സെക്രട്ടേറിയറ്റിലെ സിനിമാ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. മമ്മൂട്ടി കടക്കൽ ചന്ദ്രൻ എന്ന മുഖ്യമന്ത്രിയെ വേഷമിട്ട ആണ് 2020 സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് നടന്ന അവസാന ചിത്രം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിലും ഇനി മുതൽ കർശന വ്യവസ്ഥകളോട് കൂടിയാകും ഷൂട്ടിംഗ് അനുമതി നൽകുക. 500 മീറ്റർ പരിധിയിൽ ഡ്രോൺ പറത്താനും സുരക്ഷാ മേഖലകൾ ചിത്രീകരിക്കാനും വിലക്കുണ്ട്. പോലീസിനൊഴികെ തോക്കും ആയുധങ്ങളും അനുവദിക്കില്ല. വെടിക്കെട്ടിനും വിലക്കാണ്. 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിലെ സുരക്ഷാ പരിധികൾ കണ്ടെത്താൻ പോലീസ്, ആഭ്യന്തര മരാമത്ത് വകുപ്പുകൾ, KSEB, ഫയർഫോഴ്സ് എന്നിവർ ചേർന്ന് സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. ഈ മാസം വനിതാ വ്ളോഗർ അനുമതിയില്ലാതെ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ചിത്രീകരണം നടത്തിയതും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് വീഡിയോ ചിത്രീകരണത്തിന് 1 വർഷമായി ആർക്കും അനുമതി നൽകാതിരുന്നത്. അതിനിടയിലാണ് വനിതാ വ്ളോഗർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കടന്ന് വീഡിയോ ചിത്രീകരിച്ചത്. നിശ്ചിത ഫീസ് വാങ്ങി സെക്രട്ടേറിയറ്റിൽ മുൻപ് സിനിമാ ഷൂട്ടിംഗ് ഉൾപ്പെടെ അനുവദിച്ചിരുന്നെങ്കിലും സുരക്ഷ കണക്കിലെടുത്തും ഷൂട്ടിംഗ് എത്തുന്നവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പരാതി ഉയർന്നതിനാലും 1 വർഷമായി അനുമതി നിശ്ചയിച്ചിരുന്നു. അതിനിടയിലാണ് അതിസുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനം ഉണ്ടായെന്ന നടിയുടെ ആരോപണം കൂടി വിവാദമാകുന്നത്. അത്തരത്തിൽ ചിത്രീകരണത്തിനിടെ ഇടനാഴിയിൽ വെച്ച് യുവനടൻ കടന്നുപിടിച്ച് ചുംബിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. സെക്രട്ടേറിയറ്റും പരിസരവും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ അവരാണ് അന്വേഷണം നടത്തേണ്ടത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ സെക്രട്ടേറിയറ്റിൽ മാധ്യമ പ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണമാണുള്ളത്. ഇത്തരത്തിൽ നടി ആരോപിക്കപ്പെടുന്ന സംഭവം നടക്കുമ്പോൾ നിയന്ത്രണം അത്ര ശക്തമായിരുന്നില്ല എങ്കിലും സർക്കാർ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് നടന്നതെന്നത് വ്യക്തമാണ്. ഇത് ഏറെ ഗൗരവമുള്ള കാര്യവുമാണ്. കനത്ത സുരക്ഷാ സംവിധാനം ഉണ്ട് എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിൽ ലൈംഗികാതിക്രമം എന്ന ആരോപണം സർക്കാരിന് തള്ളിക്കളയാനുമാകില്ല. സിനിമ സീരിയൽ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സെക്രട്ടേറിയറ്റും പരിസരവും ഒക്കെ വിട്ടു നൽകുന്നതിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടി വരുമെന്നതാണ് ഇതിന്റെ മറ്റൊരു ഫലം. സെക്രട്ടേറിയറ്റിലെ നീളൻ ഇടനാഴികളാണ് ചിത്രീകരണത്തിനായി ഏറ്റവും കൂടുതൽ ആവശ്യം വന്നിട്ടുണ്ട്. ഇരുവശവും കൂറ്റൻ ഗ്രില്ലുകളുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെ ഇടനാഴിയും രാജകീയ പ്രൗഢിയുള്ള ദർബാർ ഹാളും പൂന്തോട്ടവും എല്ലാം ചിത്രീകരണത്തിന് മുൻപ് അനുവദിച്ചിരുന്നു. മെയിൽ മന്ത്രി P. രാജീവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുറിയിലും 2020 ഓഗസ്റ്റിൽ പ്രോട്ടോകോൾ വിഭാഗത്തിലും തീപിടുത്തമുണ്ടായിരുന്നു. പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റ് വളപ്പിലും കെട്ടിടങ്ങളിലും കയറുന്ന സ്ഥിതിയുമുണ്ടായി. എന്തായാലും ഇനിയും സിനിമാ ചിത്രീകരണം തുടർന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും പൈതൃക കെട്ടിടത്തെ ബാധിക്കുമെന്നുമുള്ള വിലയിരുത്തലാണ് ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.